തിയറി ഓഫ് എവറിത്തിങ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമുക്കറിയാവുന്ന എല്ലാത്തിനെയും വിശദീകരിക്കുന്ന ഒരൊറ്റ സിദ്ധാന്തം. ഈ ആശയം പുതിയതല്ല. കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്കറിയാവുന്ന സിദ്ധാന്തങ്ങളെല്ലാം ഇങ്ങനെ ഒരൊറ്റ സിദ്ധാന്തമാക്കി മെർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഫിസിക്സിലാണ് ഈ TOE തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന വാക്ക് കൂടുതൽ പോപ്പുലറായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്നേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തെക്കുറിച്ചും നമ്മളെ തന്നെ കുറിച്ചും അറിയാം. പലതും പല അറിവുകളായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് ജീവശാസ്ത്രത്തിലായിരിക്കും നമ്മൾ ജീവപരിണാമ സിദ്ധാന്തം പഠിക്കുന്നത്. ഈ കാണുന്ന ജീവികളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. നമ്മൾ മൂലകങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്ന ഒരുപക്ഷെ ഫിസിക്സിലായിരിക്കും. അതുപോലെ പല മൂലകങ്ങളോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന സംയുക്തങ്ങളോ ഒക്കെ കൂടിച്ചേർന്ന് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കെമിസ്ട്രിയിലായിരിക്കും പഠിക്കുന്നത്. ഓരോന്നിനും ഓരോ തിയറി. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് തിയറി ഓഫ് ബിഗ് ബാങ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ പല സിദ്ധാന്തങ്ങൾ നമുക്ക് പരിചയമുള്ളതുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒരേ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പല വശങ്ങളെക്കുറിച്ചാണ്. എല്ലാത്തിനെയും കൂടെ വിശദീകരിക്കുന്ന ഒരൊറ്റ സിദ്ധാന്തം. ഈ ആശയം ഇന്ന് ശാസ്ത്രജ്ഞർ വല്ലാതെ മോഹിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളതിലേക്ക് എന്തെങ്കിലും എത്തുമെന്നോ നമ്മൾ എന്തെങ്കിലും തരത്തിൽ അങ്ങനൊരു സിദ്ധാന്തം അനുസരിച്ചാണ് ഈ ലോകം പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും നമുക്ക് ഇന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ അത് പഠനത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് ജനറലി യൂണിഫിക്കേഷൻ എന്ന് വിളിക്കാം. അതായത് ഏകീകരണമാണ്. പല സ്ഥലങ്ങളിൽ പലതായി കിടക്കുന്ന സിദ്ധാന്തങ്ങളെ ഒരൊറ്റ സിദ്ധാന്തമാക്കി കൂട്ടി യോജിപ്പിച്ച് ഒരു തിയറി ഓഫ് എവറിത്തിങ്, എല്ലാറ്റിനെയും വിശദീകരിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു മഹാസിദ്ധാന്തം. അതിലേക്കുള്ള യാത്രയാണ് നമ്മുടെ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എൻ്റെ വിഷയം ഫിസിക്സ് ആയതുകൊണ്ട് ഫിസിക്സിൽ നിന്നും അത് പറയാനാണ് കൂടുതൽ എളുപ്പം. ഈ യൂണിഫിക്കേഷൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യമായിട്ടൊരു ഗ്രാൻഡ് യൂണിഫിക്കേഷൻ, നമുക്ക് പ്രത്യക്ഷത്തിൽ വെവ്വേറെ എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളെ യൂണിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഐസക് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ചിട്ടുള്ള കണ്ടെത്തലാണ്. ഐസക് ന്യൂട്ടനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം താഴേക്ക് വീഴുന്ന ഒരു ആപ്പിളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടെത്തുന്നത്. ആപ്പിളിനെ താഴേക്ക് വലിക്കുന്നത് ഗ്രാവിറ്റിയാണ് എന്ന് കണ്ടുപിടിച്ചതിനല്ല അദ്ദേഹത്തെ ആൾക്കാർ പാടി പുകഴ്ത്തുന്നത്. മറിച്ച് ഒരു സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു കാഴ്ചയായിട്ടുള്ള മനസ്സിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരു പഴം, അതിനെ നിയന്ത്രിക്കുന്ന ചലനം, അത് എന്തടിസ്ഥാനത്തിലാണോ ചലിക്കുന്നത് അതേ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഭൂമിക്ക് ചുറ്റും പോകുന്ന ചന്ദ്രൻ ചലിക്കുന്നതെന്നും പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും നമ്മൾ ഈ കാണുന്നത് പോലെ ചലിക്കുന്നത് എന്നും ആണ് ഐസക് ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലൂടെ കണ്ടെത്തുന്നത്. ഇതിനാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പുകഴ്ത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ആപ്പിളിൻ്റെ താഴേക്കുള്ള വീഴ്ച എന്ന് പറയുന്നത് ഒരു ഡെയിലി ലൈഫ് ടെറസ്ട്രിയലായിട്ട് നമുക്കെല്ലാം തൊടാൻ കഴിയുന്ന, നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന ഭൂമിയിലെ ലൗകിക പ്രതിഭാസങ്ങളാണ്. എന്നാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്വർഗീയമായിട്ട് കണക്കാക്കുന്ന ഒരു ഹെവൻലി അല്ലെങ്കിൽ സെലസ്റ്റിയൽ എന്ന് വിളിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതുവരെയുള്ള ധാരണ, പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽ നിൽക്കുന്നൊരു ധാരണ, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ, ടെറസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹെവൻലി ആയിട്ടുള്ള സെലസ്റ്റിയൽ എന്ന കാര്യങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. അവ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നടക്കുന്ന, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അതുവരെയുള്ള ധാരണ. മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ മനുഷ്യന് ആക്സസോ ഇല്ലാത്ത കാര്യങ്ങളാണ് ചന്ദ്രനും അതിനപ്പുറത്തേക്കുള്ള ആകാശഗോളങ്ങളും. അവയാണ് നമ്മൾ ഹെവൻലി എന്ന് വിളിക്കുന്നത്. പലപ്പോഴും മിത്തോളജിക്കലായിട്ടുള്ള ദൈവസങ്കല്പങ്ങൾക്കൊക്കെ അവിടെയാണ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന സിദ്ധാന്തം കണ്ടെത്തുന്നതോടുകൂടി ഐസക് ന്യൂട്ടൺ ചെയ്യുന്നത് ഇതിനെ സംയോജിപ്പിക്കുക, ഏകീകരിച്ച് നമ്മൾ ഈ പറഞ്ഞ യൂണിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഫിസിക്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിഫിക്കേഷൻസിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് ഐസക് ന്യൂട്ടൺ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യൂണിഫൈ ചെയ്ത് അതിലൂടെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക നിയമം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ലോ കൊണ്ടുവരുന്നിടത്താണ്. മറ്റൊരു യൂണിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടനും ശേഷം നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കിയിരിക്കുന്ന 3 കാര്യങ്ങളെ യൂണിഫൈ ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്നൊരു ഫിസിസിസ്റ്റാണ്. ആ 3 കാര്യങ്ങൾ, ഒന്ന് ഇലക്ട്രിസിറ്റി, മറ്റൊന്ന് മാഗ്നറ്റിസം, മൂന്നാമത്തേത് പ്രകാശം. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അതുവരെയുള്ള ധാരണ ചാർജ് ഉണ്ടാകുന്നത്, നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ചില പ്രത്യേക വസ്തുക്കൾ പരസ്പരം ഉരസി കഴിഞ്ഞാൽ അവ ചെറിയ പേപ്പർ പീസുകളെയൊക്കെ ആകർഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ സ്കൂളിൽ പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചാർജ് എന്ന് പറയുന്നൊരു ആശയം, ഇങ്ങനെ വസ്തുക്കൾ
ചാർജ്ഡ് ആയിക്കഴിഞ്ഞാൽ പരസ്പരം എങ്ങനെ ആകർഷിക്കും, അങ്ങനെ കൂളം എന്ന് പറയുന്ന ഫിസിസിസ്റ്റിൻ്റെ കൂളംസ് ലോയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ചാർജുകളും അവ കാരണം ഉണ്ടാകുന്ന ആകർഷണ വികർഷണങ്ങളും, അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, അതിനെക്കുറിച്ച് പറയുന്നൊരു മേഖലയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ചാർജസിനെ ബാറ്ററി ആയിട്ടൊക്കെ മാറ്റാൻ പറ്റുമോ, അതിൽ നിന്ന് ഊർജ്ജം ഉപയോഗിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ധാരണകളെല്ലാം ഇലക്ട്രിസിറ്റിയിലെ പഠനങ്ങളായിരുന്നു. മാഗ്നറ്റ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു കാര്യമാണ്. അതായത് മഗ്നീഷ്യ എന്ന് അറിയപ്പെടുന്ന ഗ്രീസിലെ ഒരു സ്ഥലത്ത് ആട്ടിടയന്മാരാണ് ഈ പ്രതിഭാസം ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ ഈ ആട് മേയ്ക്കാൻ പോകുമ്പോൾ അവരുടെ ആ വടിയുടെ തുമ്പിൽ പിടിപ്പിച്ചിരിക്കുന്ന മെറ്റലിൻ്റെ ഒരു ചെറിയൊരു ക്യാപ്പുണ്ട്, അത് ചില പാറ കഷ്ണങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് അവർ കണ്ടു. അതായത് നാച്ചുറലി മാഗ്നറ്റ്സ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റീരിയൽ, അതാണ് ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത്. അതിൽ നിന്നും പിന്നീട് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എപ്പോഴും ഒരേ ദിശയിലേക്ക് ചൂണ്ടി നിൽക്കാൻ കഴിയുന്നത് കൊണ്ട് നാവിഗേഷന് സഹായിക്കുന്ന മാഗ്നറ്റിക് കോമ്പസ് അതിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു മേഖല, അത് ഒരു പ്രത്യേക സ്വഭാവമുള്ള പദാർത്ഥം, മെറ്റീരിയലാണ് മാഗ്നറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് വേറൊരു പ്രതിഭാസമാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വേറെ രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ലാത്ത മൂന്നാമതൊരു പ്രതിഭാസമായിട്ടാണ് പ്രകാശത്തെ ആൾക്കാർ പഠിച്ചിരുന്നത്. പ്രകാശം നമുക്ക് കാണാൻ സഹായിക്കുന്നതാണ്. ഈ നമ്മൾ വസ്തുക്കളെ കാണുന്നത് കണ്ണിൽ നിന്നും പ്രകാശം പുറത്തേക്ക് പോയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ കരുതിയിരുന്നൊരു കാലമുണ്ട്. ഒരു ലൈറ്റ് ഹൗസിൽ നിന്നും പ്രകാശം പോകുന്ന പോലെ നമ്മുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് പ്രകാശം പോയി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ കരുതിയിരുന്നു. പിന്നീട് ഒരുപാട് പേര്, ഇബ്നു ഹൽഹദം എന്ന് പറയുന്ന അറബിക് സ്കോളറൊക്കെ ഇതിനകത്ത് ഒരുപാട് പഠനങ്ങൾ നടത്തുകയും കോൺട്രിബ്യൂഷൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ, പ്രകാശം വന്ന് വീണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ അത് ഒരേ കോണിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതും, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പ്രകാശം കടന്നു പോകുമ്പോൾ അതിൻ്റെ പാത വളയും, അങ്ങനെ പ്രകാശമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മൾ പഠന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോഴും ഐസക് ന്യൂട്ടനൊക്കെ പ്രകാശത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഗ്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും പ്രകാശത്തിന് വേഗം കൂടും, വായുവിൽ പ്രകാശം കുറവായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഇന്നത്തെ കണ്ണിൽ തെറ്റായിട്ടുള്ള ആശയങ്ങളാണ് പലപ്പോഴും ഐസക് ന്യൂട്ടൻ അന്ന് പ്രകാശത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. എന്താണ് പ്രകാശം, അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അത് കണികകളുടെ രൂപത്തിലാണോ തരംഗങ്ങളായിട്ടാണോ, ഇതൊക്കെ വലിയ ഡിബേറ്റ് നടന്നിരുന്ന കാര്യങ്ങളാണ് പ്രകാശത്തെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ, അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ഒരു സെറ്റ് ഇക്വേഷൻസ് ആണ് മുമ്പോട്ട് വെക്കുന്നത്. അദ്ദേഹം ഇന്ന് അതിന് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്, മാക്സ്വെൽസ് ഇക്വേഷൻസ്. 4 സിമ്പിളായിട്ടുള്ള 4 സമവാക്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡ് മാറുമ്പോൾ, അതിൻ്റെ വേരിയേഷൻ വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്നും, അതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും എന്നും, വേരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് ചേർന്നാൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന തരംഗങ്ങളായിട്ട് സഞ്ചരിക്കുമെന്നും അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ആ തരംഗങ്ങൾക്ക് പ്രകാശത്തിൻ്റെ അതേ വേഗതയാണ്, ആ തരംഗ പ്രകാശത്തിൻ്റെ അതേ ഗുണങ്ങളാണ്. അപ്പോൾ അതിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ആ വലിയ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും എന്ന് പറയുന്നത് 2 വെവ്വേറെ കാര്യങ്ങളല്ല, അവ ഒരേ പ്രതിഭാസത്തിൻ്റെ 2 മുഖങ്ങൾ മാത്രമാണ്. ഇന്ന് അവയെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ ഒരു എസെൻഷ്യൽ കോൺസിക്വൻസ് മാത്രമാണ് പ്രകാശം എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമ്മൾ പൊതുവിൽ ലൈറ്റ് എന്ന് വിളിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മാത്രമാണ്. അങ്ങനെ അല്ലാത്ത ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, എക്സ്റേ എന്നൊക്കെ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വേറെയും ഉണ്ട്. അപ്പോൾ ഫിസിക്സിൻ്റെ ഭാഷയിൽ ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ മൊത്തത്തിലാണ്. ഇത് 3 ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന പ്രകാശവും ഒരൊറ്റ സിദ്ധാന്തത്തിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ചെയ്യുന്ന ആ വിപ്ലവകരമായിട്ടുള്ള യൂണിഫിക്കേഷൻ. ഇനി 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി റാഡിക്കൽ എന്ന് പറയാവുന്ന മറ്റൊരു യൂണിഫിക്കേഷൻ നമുക്ക് ഫിസിക്സിൽ കാണാൻ പറ്റും. അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ നീളം നമ്മൾ അളന്നു കഴിഞ്ഞാൽ അവയുടെ നീളം കുറഞ്ഞതായിട്ട് തോന്നുകയും, എന്നാൽ അവിടുത്തെ ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ സമയം നമ്മളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്തതായിട്ട് തോന്നുകയും ചെയ്യുന്നതാണ്. അതായത് ലെങ്ത് കൺട്രാക്ട് ചെയ്യുന്നതായിട്ടും ടൈം ഡൈലേറ്റ് ചെയ്യുന്നതായിട്ടും. അതുവരെ ഈ സ്പേസിൽ അളക്കുന്ന അളവുകളാണ് നമ്മൾ ലെങ്ത്, നീളങ്ങൾ എന്ന് വിളിക്കുന്നത്. ടൈമിലാണ് നമ്മൾ ഈ ടൈം ഇൻ്റർവെല്ലുകൾ അളക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത 2 വ്യത്യസ്ത ഗുണങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നതും നമ്മൾ അതുവരെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നതോടുകൂടി സ്പേസും ടൈമും പരസ്പരം കണക്റ്റഡ് ആണ് എന്നൊരു ആശയം ആൽബർട്ട് ഐൻസ്റ്റൈൻ മുമ്പോട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കര റാഡിക്കലായിട്ടുള്ളൊരു യൂണിഫിക്കേഷനാണ്. തീർത്തും വ്യത്യസ്തമെന്ന് തോന്നുന്ന, നമുക്ക് സമയം എന്ന് പറയുന്ന അളവ് നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു അളവാണ് സത്യത്തിൽ സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഒരൊറ്റ അളവിൻ്റെ, ഒരൊറ്റ ക്വാണ്ടിറ്റി, സ്പേസ് ടൈം എന്ന് വിളിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിൻ്റെ 2 മുഖങ്ങൾ മാത്രമാണ് എന്നാണ് ഈ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലൂടെ ആൽബർട്ട് ഐൻസ്റ്റൈൻ തെളിയിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ ഒരു 10 വർഷത്തിന് ശേഷം പുതിയൊരു സിദ്ധാന്തം കൂടെ കൊണ്ടുവരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലൂടെ
ഒരു വിപ്ലവം നമ്മൾ അവിടെ പറഞ്ഞതാണ്, ഒരു യൂണിഫിക്കേഷൻ. ആ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാരണം ഉണ്ടാകുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റിയിലൂടെ മുമ്പ് മനസ്സിലാക്കിയ സ്പേസും ടൈമും ചേർന്ന ആ ഒറ്റ 4 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള അതിൻ്റെ ജിയോമെട്രിക്കലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ചില പ്രത്യേകതകൾ കൊണ്ടാണ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ള ഒരു സിദ്ധാന്തം അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ മുമ്പോട്ട് വെക്കുന്നു. അപ്പോൾ ഗ്രാവിറ്റി കൂടി ഈ സ്പേസ് ടൈമിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അത് മറ്റൊരു ലാർജ് സ്കെയിലുള്ള യൂണിഫിക്കേഷനായിട്ട് മാറുന്നു. ഇനി അടുത്ത യൂണിഫിക്കേഷൻ നമുക്ക് പറയാവുന്നത് 1960s സംഭവിക്കുന്നത്. അവിടെയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ പല പദാർത്ഥങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അടിസ്ഥാനപരമായിട്ട് 4 തരത്തിലാണ്. അതിലൊന്ന് നമ്മൾ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനാണ്, മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷനാണ്, പിന്നെ 2 ഉള്ളത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സ്കെയിലിൽ മാത്രം പ്രവർത്തിക്കുന്ന 2 ഷോർട്ട് റേഞ്ച് ഇൻട്രാക്ഷൻസ് ആണ്, ന്യൂക്ലിയർ ഇൻട്രാക്ഷൻസ്. ഒന്നിനെ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ എന്നും മറ്റൊന്നിനെ വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ എന്നുമാണ് വിളിക്കുന്നത്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷനാണ് ആറ്റത്തിലെ പ്രോട്ടോണുകളെ പരസ്പരം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന അതിശക്തമായിട്ടുള്ള ബലം. ഈ വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷനാണ് പലപ്പോഴും ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ പോലുള്ള ചില കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. 1960കളിൽ ഗ്ലാഷോ, അബ്ദുസലാം വെയിൻബർഗ് എന്നിങ്ങനെ 3 ശാസ്ത്രജ്ഞർ ഒരു വിപ്ലവകരമായിട്ടുള്ള ആശയം മുമ്പോട്ട് പോകുന്നു. അവർ തെളിയിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനും വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷനും അടിസ്ഥാനപരമായിട്ട് ഒരേ ബലത്തിൻ്റെ 2 മുഖങ്ങൾ മാത്രമാണ്. ഒരേ ബലം, പക്ഷെ അവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈ എനർജി സിറ്റുവേഷൻസിലേക്ക് പോകണം. നമ്മുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ഒരു ഹൈ എനർജി സിറ്റുവേഷൻ നമ്മൾ കാണാത്തതുകൊണ്ടാണ് ഈ ബലങ്ങളെ നമുക്ക് വെവ്വേറെ ആയിട്ട് തോന്നുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇത് ഒരൊറ്റ ബലം തന്നെയാണ്. അതിനെ ഇലക്ട്രോ വീക്ക് ഇൻട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനും വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷനും ഒരുമിച്ച് ചേർന്ന ഒരൊറ്റ ബലമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ 2ആയിട്ട് കാണുന്നത് എന്ന ഈ യൂണിഫിക്കേഷൻ. അപ്പോൾ അത് വഴി നമുക്ക് 4 വെവ്വേറെ ഇൻട്രാക്ഷൻസ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബലങ്ങളെ അതിൽ 2 ഒരൊറ്റ ബലത്തിൻ്റെ 2 മുഖങ്ങളായിട്ട് കാണപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് അവിടെ എത്തുന്നു. അത് മറ്റൊരു യൂണിഫിക്കേഷനാണ്. ഫിസിക്സിൽ ഈ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1960s വരെയുള്ള കാര്യം പറഞ്ഞു, 80s വരുമ്പോഴത്തേക്കും ഈ സിദ്ധാന്തത്തിന് ഇലക്ട്രോ വാക്ക് ഇൻട്രാക്ഷൻ ഈ 3 പേർക്ക് നോബൽ പ്രൈസും കിട്ടുന്നുണ്ട്. അപ്പോൾ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ആശയങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഇതെല്ലാം ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരികയും ഇവയെ വിശദീകരിക്കുന്ന ഒറ്റ സിദ്ധാന്തം നമ്മൾ രൂപീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്, അതിൻ്റെ മെറ്റീരിയൽ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ഫിസിക്സിലെ പാർട്ടിക്കിൾ ഫിസിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡലാണ് അതിന് നമുക്ക് ഉത്തരം തരുന്നത്. എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഇനി ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ സാധ്യമല്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്ററാണ് എലമെൻ്ററി പാർട്ടിക്കിൾസ്. അതിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഈ മറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെ പരസ്പരം യോജിച്ച് നിൽക്കുന്നത് എങ്ങനെ, അപ്പോൾ പരസ്പരം പ്രതിപ്രവർത്തിക്കുന്നത് എങ്ങനെയും തീരുമാനിക്കുന്ന ഇൻട്രാക്ഷൻസിനെ മീഡിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും വെക്ടർ ബോസോൺസ് എന്നൊക്കെ അറിയപ്പെടുന്ന പല കണികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മോഡലിലെ 4 ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസ് ആണ് നമുക്കിന്ന് അറിയാവുന്നത്. നേരത്തെ പറഞ്ഞ സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ, വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ, പിന്നെ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ. ഇതിനകത്ത് വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷനും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനും നമ്മൾ യൂണിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ കൂടി കൂട്ടി യോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് ഫിസിക്സിൽ വളരെ ഊർജ്ജസ്വലമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സിദ്ധാന്തം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് മോഡൽ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്കറിയാമല്ലോ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഗ്രാവിറ്റി സ്പേസ് ടൈം കർവേച്ചർ കാരണം ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനെ ഒരു ഫോഴ്സ് എന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി 3 ബലങ്ങളെയും ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഗ്രാവിറ്റി അതുകൊണ്ട് അവിടെ ഒരു മിസ്ഫിറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് മോഡലിലെ ഈ 3 സിദ്ധാന്തങ്ങളെയും കൂടി യോജിപ്പിക്കാൻ, 3 ബലങ്ങളെ സൂചിപ്പിക്കുന്ന 3 സിദ്ധാന്തങ്ങളെയും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സിദ്ധാന്തത്തിനൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ GUT എന്നാണ് വിളിക്കുന്നത്, ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി. ഈ 3 ഇൻട്രാക്ഷൻസിനെയും കൂടെ ചേർത്ത് അടിസ്ഥാനപരമായിട്ട് ഇത് ഒറ്റ ഇൻട്രാക്ഷനാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ GUT എന്ന് പറയുന്ന സിദ്ധാന്തത്തിലേക്കാണ് എത്താൻ പോകുന്നത്. പക്ഷെ അപ്പോഴും ഗ്രാവിറ്റി ഈ ചിത്രത്തിലില്ല. ഇനി ഗ്രാവിറ്റിയെ കൂടി ചേർത്ത് നമുക്ക് ഒരു ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറിയുടെ അടുത്ത എക്സ്റ്റൻഷനിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് TOEയിലാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി ഓഫ് എവറിത്തിങ്.
നമ്മൾ 4 മനസ്സിലാക്കുന്ന 4 ഇൻട്രാക്ഷൻസിനും അടിസ്ഥാനപരമായിട്ട് ഒരൊറ്റ പ്രതിഭാസം കൊണ്ട് വിശദീകരിക്കാൻ കഴിഞ്ഞാൽ, ഒരൊറ്റ സിദ്ധാന്തം കൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരുതരം സ്വപ്ന സാക്ഷാത്കാരം ശാസ്ത്രജ്ഞർക്ക് കിട്ടും. എടുത്തു പറയട്ടെ, അങ്ങനൊരു സിദ്ധാന്തം സാധ്യമാണ് എന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഇതുവരെയുള്ള ചരിത്രം പറയുന്നത് നമ്മൾ തീർത്തും വ്യത്യസ്തമായിട്ട് കരുതിയിരുന്ന പല കാര്യങ്ങളെയും നമ്മളങ്ങനെ ഒരൊറ്റ സിദ്ധാന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് തന്നെ പോയേക്കാം, അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഗ്രാവിറ്റിയും കൂടി ചേർത്തുള്ള ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്ന ആശയം, ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി, സ്ട്രിങ് തിയറി, എം തിയറി, ഇങ്ങനെയുള്ള കുറേ സിദ്ധാന്തങ്ങൾ ഇപ്പോഴും ആൾക്കാർ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പിന്തുടരുന്നുണ്ട്. ചിലതൊക്കെ ഇപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു പരിമിതിയുണ്ട്. അത് പരീക്ഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല സിദ്ധാന്തങ്ങളും നിൽക്കുന്നത്. അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു തിയറി ഓഫ് എവറിത്തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നത് മാത്രമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പക്ഷേ ഫിസിക്സിനകത്തെ യൂണിഫിക്കേഷൻസിനെ കുറിച്ചാണ്. പക്ഷേ മനുഷ്യന് ഫിസിക്സിന് പുറത്തും ഒരുപാട് അറിവുകളുണ്ട്. ആ യൂണിഫിക്കേഷനെ ആ ഒരു മേഖലയിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അതൊരു രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഇതിന് 2 ആശയങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഒന്ന്, നമ്മൾ ട്രീ ഓഫ് നോളജ് സിസ്റ്റംസ് എന്നറിയപ്പെടുന്ന ഒരു ആശയമാണ്. മറ്റൊന്നുള്ളത് ഹയറാർക്കി ഓഫ് സയൻസസ് എന്ന രീതിയിൽ നമ്മൾ വിവിധ അറിവിൻ്റെ പല മേഖലകളെ കമ്പൈൻ ചെയ്ത് ഒരു ഗ്രിഡായിട്ട് സൂചിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് രണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, ആ യൂണിഫിക്കേഷൻ്റെ സ്കെയിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഈ ഫിസിക്സിലെ യൂണിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്കറിയാവുന്ന മറ്റ് മേഖലകളിൽ കൂടി നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ട്രീ ഓഫ് നോളജ് സിസ്റ്റത്തിലേക്ക് ആദ്യം വരാം. ഗ്രെഗ് ഹെൻറിക്സ് എന്ന് വിളിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ, ഒരു സൈക്കോളജിസ്റ്റാണ് ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത്. അദ്ദേഹം ഈ ഒരു മെറ്റാ തിയറി എന്ന് പറയുന്ന രീതിയിൽ നമുക്കറിയാവുന്ന പല തിയറികളെയും കൂടി ഒരുമിച്ച് കാണുമ്പോൾ കാണുന്ന ഒരൊറ്റ തിയറി എങ്ങനെ നമുക്കതിനെ കാണാം, എങ്ങനെ നമുക്ക് നമ്മുടെ അറിവുകളുടെ കൂട്ടത്തിൽ നിന്നും ആ ഒരു പരസ്പരമുള്ള ബന്ധം കണ്ടെത്താം എന്ന് പറയുന്ന ചിന്തയാണ് ട്രീ ഓഫ് നോളജ് സിസ്റ്റം. പൊതുവെ ചിലയിടങ്ങളിൽ ചുരുക്കി അതിനെ TOK എന്ന് വിളിക്കാറുണ്ട്, TOK സിസ്റ്റം. അപ്പോൾ ട്രീ ഓഫ് നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൽ പ്രപഞ്ചം ഉണ്ടായി ഇന്ന് വരെയുള്ള ആ ടൈം ലൈനിൽ 4 കമ്പോണൻസ് വികസിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം അതിനകത്തുണ്ടാകുന്നത് മാറ്ററാണ്. ഈ മാറ്റർ നമുക്കറിയാം, പ്രപഞ്ചം ഉണ്ടാകുന്നത് 13.8 ബില്യൺ അല്ലെങ്കിൽ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ മാറ്റർ ഉണ്ടായി ആ സമയത്ത് റേഡിയേഷനും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും പിന്നീട് കുറച്ചുകൂടി വലിയ കണികകൾ ഉണ്ടാകുന്നു, ആറ്റങ്ങൾ ഉണ്ടാകുന്നു, തന്മാത്രകൾ ഉണ്ടാകുന്നു, തന്മാത്രകൾ പരസ്പരം റിയാക്ട് ചെയ്യുന്നു. പിന്നീട് അതിനോടൊപ്പം തന്നെയുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹ സംവിധാനങ്ങൾ, പ്ലാനറ്ററി സിസ്റ്റങ്ങൾ ഉണ്ടാകുന്നു. ആ കൂട്ടത്തിൽ ഏതാണ്ടൊരു 400 കോടി വർഷം അല്ലെങ്കിൽ ഒരു 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ ഡയമെൻഷൻ ഇതിനുണ്ടാവുകയാണ്. അത് ലൈഫിൻ്റേതാണ്, അത് ജീവൻ ഉണ്ടാകുന്നു. അപ്പോൾ ജീവൻ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ജീവിവർഗങ്ങളായിട്ട് മാറുന്നു. ജീവികൾ ചുറ്റുപാടുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അവയ്ക്ക് അവയുടേതായിട്ടുള്ള സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ, അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ചില ജീവികൾക്ക് ചില സാഹചര്യങ്ങളിൽ ത്രട്ടായിട്ട് മാറുമ്പോൾ ചില ജീവികൾക്ക് അത് റിസോഴ്സായിട്ടാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെ ലൈഫിന് ഒരു ഹിസ്റ്ററി അവിടെ തുടങ്ങണം. അതായത് ആദ്യം ഉണ്ടാകുന്നത് മാറ്ററാണ്. മാറ്റർ കുറേ ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വന്ന ശേഷം അതിനകത്ത് ലൈഫ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഡയമെൻഷൻ അതിനുണ്ടായി വരുന്നു. ഈ ലൈഫ് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ജീവിവർഗങ്ങളായിട്ട് പരിണമിക്കുകയും അവ ഓരോന്നും പുതിയ 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 ശാഖകളായിട്ട് പിരിയുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി സങ്കീർണമായുള്ള ആ ജീവികളുടെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന, അത് ചുറ്റുപാടുകളോട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ അവയുടെ ഉള്ളിൽ തന്നെ ഏകോപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കേന്ദ്രീകൃത നാഡീ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് മൈൻഡ് എന്ന് പറയുന്നൊരു ആശയം ഉണ്ടായി വരുന്നത്. അപ്പോൾ മാറ്റർ, ലൈഫ്, മൈൻഡ് എന്നിങ്ങനെ മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ കൂടി ഇതിന് കൈവരുന്നു. അത് സംഭവിക്കുന്നത് ഒരു 10-50 കോടി വർഷം മുമ്പാണെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഒരു മൈൻഡ് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം വളരെ റീസെൻ്റായിട്ടാണ് പുതിയൊരു ഡയമെൻഷൻ അതിനുണ്ടാകുന്നത്. അത് ഈ മൈൻഡുള്ള ജീവികൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കിടയിൽ ഒരു ജീവിതക്രമം ഉണ്ടായി വരികയും ഒക്കെ ചെയ്യുമ്പോൾ നാലാമത്തെ ഡയമെൻഷൻ, അതിനെ നമ്മൾ വിളിക്കുന്നത് കൾച്ചർ എന്നാണ്. ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന ഡയമെൻഷൻസിനെ എല്ലാം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന അവയുടെ ഒരു നെടുന്തൂണെന്ന് വിളിക്കാവുന്ന സയൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, അവ ഒരു കണക്റ്റിംഗ് എലമെൻ്റായിട്ട് നമ്മൾ ഉണ്ടായി വരുന്നത്. അതായത് കൾച്ചർ ഡെവലപ്പ് ചെയ്ത ശേഷം മനുഷ്യർ അറിവിനെയൊക്കെ ഫോർമലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ സയൻസിലൂടെ
നമ്മൾ ഈ കണക്ഷൻസ് പിന്നിലേക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നോളജ് സിസ്റ്റത്തിന് ഈ 4 ഡയമെൻഷൻസാണ് ഉള്ളത്. മാറ്റർ, ലൈഫ്, മൈൻഡ്, കൾച്ചർ. ഈ 4 ഡയമെൻഷൻസ് ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ഈ 4 ഡയമെൻഷൻസും 4 ഘട്ടങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് മാറ്ററിനെ കുറിച്ച് പറയുന്നത് ഫിസിക്കൽ സയൻസസ് ആണ്, ലൈഫിനെ കുറിച്ച് പറയുന്നത് ലൈഫ് സയൻസസ് അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസസ് ആണ്. മോളിക്കുലർ ബയോളജി തന്മാത്രകളുടെ തലത്തിൽ ലൈഫ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ബയോളജി ജീവികളുടെ തലത്തിൽ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവയുടെ ജീവശാസ്ത്രം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ ജീവികളിൽ തന്നെ ചില ജീവികൾക്ക് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു മൈൻഡ് ഉള്ളതുപോലെ പെരുമാറും. അങ്ങനെയാണ് അതിനകത്ത് സൈക്കോളജിക്കൽ സയൻസസ് വരുന്നത്. ഈ സൈക്കോളജിക്കൽ സയൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറുന്ന ജീവികൾ ഒരു ഗ്രൂപ്പായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴാണ് അവരുടെ സൊസൈറ്റിയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായി വരുന്നത്. അവിടെയാണ് നമുക്ക് പുതിയ സോഷ്യൽ സയൻസസ് വരുന്നത്. സോഷ്യോളജിയും എക്കണോമിക്സും കോമേഴ്സും ഒക്കെ ഈ സൊസൈറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞ ശേഷം മാത്രം ബാധകമാകുന്നത്. അങ്ങനെയാണ് നമ്മളിതിൽ തന്നെ നാച്ചുറൽ സയൻസെന്നും സോഷ്യൽ സയൻസസെന്നും പൊതുവെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. സൊസൈറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞ ശേഷം മനുഷ്യരെ ഫോക്കസ് ചെയ്ത് മനുഷ്യരുടെ പെരുമാറ്റ രീതികളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മൾ സോഷ്യൽ സയൻസസ് ആയിട്ട് പഠിക്കുന്നത്. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന നിയമങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഹയറാർക്കി നമുക്ക് വിഷയങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രി ഉണ്ടാകുന്നു, കെമിസ്ട്രിയിൽ നിന്നും ബയോളജി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഫിസിക്സ് ഉണ്ടെങ്കിൽ എല്ലാ കെമിസ്ട്രിയും നമുക്ക് പറയാൻ പറ്റും എന്നൊരർത്ഥം അതിനകത്തില്ല. ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കെമിസ്ട്രി പഠിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഫിസിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, ഫിസിക്സ് മാത്രം വെച്ച് പറയാൻ കഴിയാത്ത പല പ്രതിഭാസങ്ങളും കെമിസ്ട്രിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിലേക്ക് എത്താൻ പറ്റും. പക്ഷേ കെമിസ്ട്രിയെ മുറിച്ച് എന്ന് കഴിഞ്ഞാൽ ഫിസിക്സ് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ പെടാത്ത കുറച്ച് അതിനെ നമ്മൾ വിളിക്കുന്നത് എമർജൻറ്റിസം എന്നാണ്. അതായത് പുതിയ കുറേ പ്രോപ്പർട്ടീസ് എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫിസിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. തന്മാത്രകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, H2O എന്ന് പറയുന്ന മോളിക്യൂൾസ് എങ്ങനെയാണ്, വെള്ളം എങ്ങനെയാണ് വെറ്റ് ചെയ്യുന്നത്, വെള്ളത്തിന് എങ്ങനെയാണ് നനയ്ക്കാൻ കഴിയുന്നത്, അത് തന്മാത്രകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതായത് H2O മോളിക്യൂൾസിൻ്റെ മുഴുവൻ ഫിസിക്സും അറിയാം എന്നതുകൊണ്ട് മാത്രം വെള്ളം എങ്ങനെയാണ് ഒരു സർഫസിനെ നനയ്ക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. നനയ്ക്കാനുള്ള കഴിവ് ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറയാം. അപ്പോൾ അതുപോലെ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിലേക്കും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിലേക്കുമുള്ള ആ ബിൽഡപ്പ് നമ്മൾ പറയുമ്പോൾ ബയോളജിയെ നേരെ കീറി മുറിച്ചാൽ ഉടനെ നമ്മൾ കെമിസ്ട്രിയിൽ മാത്രമായിട്ട് നമുക്ക് എത്താൻ കഴിയില്ല. അതായത് നേരിട്ട് താഴേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ സയൻസിന് 2 അപ്രോച്ചസ് ഉണ്ട്. എമർജൻറ്റിസം എന്നും റിഡക്ഷനിസം എന്നാണ് എന്നെ വിളിക്കുന്നത്. ഈ റെഡ്യൂസ് ചെയ്യാൻ എപ്പോഴും കഴിയണമെന്നില്ല. ചില വിഷയങ്ങൾ നമുക്ക് എമർജിങ് പ്രോപ്പർട്ടീസ് എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തിലെ മുഴുവൻ പാർട്ടിക്കിൾസിനെയും എടുത്ത് മാറ്റി അതിൻ്റെ കെമിസ്ട്രിയോ ഫിസിക്സോ പറഞ്ഞാൽ ലൈഫ് എന്താണെന്ന് നമുക്ക് വിവരിക്കാൻ പൂർണ്ണമായിട്ടും സാധിക്കില്ല. ലൈഫ് ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഹയറാർക്കി ഓഫ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയങ്ങളെ അറേഞ്ച് ചെയ്യുന്നത് മാത്രമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ആശയമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഹയറാർക്കി ഓഫ് സയൻസസും ട്രീ ഓഫ് നോളജ് സിസ്റ്റംസ് പരിചയപ്പെടുത്തിയത്. സമ്മപ്പ് ചെയ്യാം, നമ്മൾ പറഞ്ഞു വരുന്നത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പലതായി നമ്മൾ മനസ്സിലാക്കുന്ന സിദ്ധാന്തങ്ങളെല്ലാം കൂടി ഒരൊറ്റ സിദ്ധാന്തത്തിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ബൗദ്ധികമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ്, ഒരു ഇൻ്റലക്ച്വൽ ഫീറ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്നും ബയോളജി എന്നും 2ആയിട്ട് പഠിക്കുന്ന വിഷയങ്ങളെ കമ്പൈൻ ചെയ്യുന്ന ഒരു മേഖലയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല രീതിയിൽ നമ്മൾ പല വിഷയങ്ങളെ കമ്പൈൻ ചെയ്ത് ഇതുപോലെ ഒറ്റ സിദ്ധാന്തമാക്കി മാറ്റുകയും കൂടുതൽ സമഗ്രമായി കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് തന്നെ എല്ലാത്തിനെയും വിശദീകരിക്കാൻ കഴിയുന്ന ഒരൊറ്റ സിദ്ധാന്തം, തിയറി ഓഫ് എവരിത്തിങ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം. ബൈ.